കമന്റുകൾക്ക് വഴി ആ ദമ്പതികളും പരസ്യമായി തന്നെ ധൈര്യപൂർവ്വം എത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ അവർ ഇതുവരെയും ഒരു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ 24 അവരോട് അവർ സംസാരിച്ചു. ഞാൻ അതിലേക്ക് എത്താം. ചിത്രപ്രിയയും കുടുംബത്തെയും അത്ര മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഞാൻ ആദ്യം കാണിച്ച സഹോദരനുണ്ടല്ലോ ശരത്, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷേ അവിടെയും മാധ്യമങ്ങൾ ആ വീഡിയോയെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. കുടുംബം പോലീസിനെതിരെ രംഗത്തെത്തി എന്നുള്ള മട്ടിലായിരുന്നു ഒട്ടുമിക്ക മാധ്യമങ്ങളിലെയും വാർത്ത, മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ. പക്ഷെ അത് തെറ്റായിരുന്നു. ശരത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരത്ത് പറഞ്ഞത് ആ ദൃശ്യത്തിലുള്ളത് അത് തങ്ങളുടെ കുട്ടിയായിട്ടുള്ള ചിത്രപ്രിയ അല്ല എന്ന് മാത്രമായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അറിഞ്ഞത്. എല്ലാ രീതിയിലുള്ള കോണ്ടാക്ട്സും അവർ ഞങ്ങളുടെ മേടിച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പല ന്യൂസിലും കണ്ടു, എൻ്റെ ഇന്നലത്തെ വീഡിയോസ് എടുത്തിട്ട് കുടുംബം പോലീസിനെതിരെ എന്നുള്ള ഒരു വാർത്ത വളരെ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിൽ പ്രതികരിക്കണം തോന്നി. പക്ഷെ പോലീസുകാരുടെ തികച്ചും നല്ല രീതിയിലുള്ള അന്വേഷണത്തിന്റെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റുള്ള ടെക്നോളജീസിന്റെ ഒക്കെ സഹായത്തോടെയാണ് ഞങ്ങൾക്ക് ഈ കേസിന്റെ മതിയായ കാരണങ്ങൾ അറിയാൻ പറ്റിയത്. അതിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പോലീസിനോട് നന്ദിയാണുള്ളത്. അവർ ഇതിൽ നിന്നും തികച്ചും തെറ്റായ ഒരു സമീപനം ഞങ്ങളോട് നടത്തിയിട്ടില്ല. ശരത്ത് പറയുന്ന പോലെ ഒരു തരത്തിലും പോലീസ് തെറ്റായിട്ടുള്ള ഒരു കാര്യം അവരെ അറിയിച്ചിട്ടില്ല. പോലീസ് വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് കുടുംബത്തിന്. അത് അങ്ങനെ തന്നെ ആകുകയും വേണം. പോലീസ് ഇതിന്റെ കൂടുതൽ ഉള്ളഴികളിലേക്ക് പോയി കാര്യങ്ങൾ തിരക്കി ചികഞ്ഞ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവർക്കും ആ കൊലപാതകം നടന്ന് അറിയേണ്ടത് എന്തിനാണ് അവൾ ചിത്രപ്രിയ രാത്രി 2 മണി വരെ അലന്റെ കൂടെ കറങ്ങി നടന്നു എന്നുള്ളതായിരുന്നു. ഈ 2 മണി എന്നുള്ള കാര്യം വന്നത് എങ്ങനെയാണ്? ആ CCTV-യിൽ 1:53 എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ആ രേഖപ്പെടുത്തലാണ് ഇതിൻ്റെയൊക്കെ ആധാരം. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ശരിക്കും അന്ന് ആ വീട്ടിലോ ആ വീടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ ഉത്സവം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ അവൾ രാത്രി 2 മണി വരെ കറങ്ങാൻ പോയിട്ടില്ല. ഇതൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു. നാട്ടിലെ ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് വേണ്ടിയിട്ടാണ് അവൾ ബംഗളൂരുവിൽ നിന്ന് എത്തിയത് തന്നെ. രാത്രി ഏതാണ്ട് 7 കൂടിയാണ് കാണാതായി എന്നുള്ള ഒരു അങ്കലാപ്പ് വരുന്നത്. വൈകിട്ട് ഏതാണ്ട് 5:30 വരെ അവൾ ഫോണിൽ വിളിച്ചിരുന്നു അമ്മയെ വിളിച്ചവർ പറഞ്ഞിരുന്നു, അമ്മ ഞാൻ വരികയാണ്, വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. വീട്ടിലുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം കുട്ടി ഞങ്ങൾ കരുതി വെച്ചാൽ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ അവരും അയ്യപ്പൻ വിളക്ക് കാണാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതായിരിക്കാം. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തു. ഈ താലപ്പൊലി പോലത്തെ താലപ്പൊലിയും കൊണ്ട് വന്നു. ഞങ്ങളത് കണ്ടു. അപ്പോൾ ചിത്രപ്രിയയുടെ ഒരു കൂട്ടുകാരിനെ അതിൽ കണ്ടപ്പം കുട്ടിയുടെ അമ്മ ചോദിച്ചതാണ്, എന്താ എവിടെ പോയി ചിത്രപ്രിയ എന്ന് ചോദിച്ചാണ്. അപ്പൊ അവര് പറഞ്ഞില്ല, കണ്ടിട്ടില്ല, അവർ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സംശയം തോന്നി. ഏകദേശം ഒരു 7 മണി 7 ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ്, സന്ധ്യക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് ഈ കുട്ടിയെ. പക്ഷെ കുട്ടി ഫോൺ എടുത്തില്ല. കുറെ പ്രാവശ്യം വിളിച്ചു. അതിന് മുന്നേ ഒരു 6 മണിക്ക് 5:30 അങ്ങനെ തോന്നുന്നു കുട്ടി പറയുന്നുണ്ടായിരുന്നു, അമ്മ ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വന്നോണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അതൊരു ഒരു ഒന്നും തോന്നിയില്ല. അപ്പൊ അവരത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി അവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷെ വൈകുന്തോറും കുട്ടിയെ കണ്ടില്ല. ടെൻഷനായി. കുട്ടി ചിത്രപ്രിയയുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഞങ്ങളന്ന് സന്ധ്യക്ക് അവിടെ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ അലൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ കണ്ടു എന്ന് ചിലര് പറഞ്ഞു, ബൈക്കിൽ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങോട്ടാണ് എന്താണെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോ ഇപ്പോഴാണ് ഞങ്ങളും ഞെട്ടിക്കുന്ന വാർത്ത അറിയുന്നത്. ഞെട്ടിക്കുന്ന വാർത്ത അവർക്കും അറിഞ്ഞത് ആ സമയത്താണ്. ഒരുപാട് വിചാരണ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ നടന്നു കഴിഞ്ഞു ചിത്രപ്രിയയ്ക്കും ആ കുടുംബത്തിനുമെതിരെ. പക്ഷെ അവളെപ്പറ്റി അറിയാത്തവരാണ് സോഷ്യൽ മീഡിയയിലെ ആ ചിത്രവധത്തിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ദുഃഖകരം. പഠനത്തിൽ മിടുക്കിയാണ് അവൾ, ഡാൻസിൽ മിടുക്കി, സ്പോർട്സിൽ മിടുക്കി, വോളിബോൾ ചാമ്പ്യനായിരുന്നു അവൾ. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു മിടുമിടുക്കി എന്ന് പേരെടുത്തവളാണ്. കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒപ്പം പഠിക്കുന്നവർക്കും ഒക്കെ പ്രിയപ്പെട്ടവളാണ് അത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. കലാകായിക രംഗത്തായാലും ഡാൻസിലായാലും നല്ല മികവുള്ള ഒരു കുട്ടിയാണ്. അപ്പം
പല സ്റ്റേജ് പരിപാടിയിലും നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കലാകായിക രീതിയിലായ, അതായത് വോളിബോൾ ചാമ്പ്യനാണ്, വോളിബോൾ ചാമ്പ്യനാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, മുന്നേ നടത്തിയിരുന്ന എക്സാമുകളിലൊക്കെ നല്ല രീതിയിലുള്ള മാർക്കൊക്കെ മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാനും ഞങ്ങളൊക്കെ അതിന് സാക്ഷികളായിരുന്നു. അപ്പൊ കുട്ടി ഒരിക്കലും പഠനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ പിന്നോട്ടല്ലായിരുന്നു. അവൾ നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്റെ വീട്ടിലല്ല, അവളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരമൊരു സൈബർ ആക്രമണം നേരിടുമ്പോൾ ഇപ്പോൾ ശരത് സൂചിപ്പിച്ച പോലെ ആ കുടുംബത്തിന്റെ ഒരവസ്ഥ, കൂട്ടുകാർ, അവരുടെ സർക്കിൾ, അവരൊക്കെ നേരിടുന്ന ഒരു സാഹചര്യം എത്രമാത്രം മാനസികമായി അത് അവർക്ക് ആഘാതം ഏൽപ്പിച്ചിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ബംഗളൂരുവിലാണ് ഇവൾ ഏവിയേഷൻ കോഴ്സ് പഠിച്ചിരുന്നത്. ആ കോഴ്സ് കഴിഞ്ഞ് വലിയൊരു ഭാവി സ്വപ്നം കണ്ടിരുന്നവളാണ് ചിത്രപ്രിയ. എന്നാൽ സംഭവിച്ചത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ ജീവിതം അങ്ങനെയാണ്, പക്ഷേ അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കഴിയില്ലല്ലോ. അത് ഞങ്ങളാണ് എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞ ആ കുട്ടികളെ കൂടി ഓർപ്പിക്കട്ടെ. അതായത് ആ CCTV ദൃശ്യത്തിൽ യഥാർത്ഥത്തിൽ ബൈക്കുമായി എത്തിയ ആ ദമ്പതികൾ, അവർക്കുണ്ട് ഒരു ബിഗ് സല്യൂട്ട്. അവരങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും ചിത്രപ്രിയയെയും ആ വീട്ടുകാരെയും പഴിച്ചുകൊണ്ടേ ഇരുന്നേനെ സോഷ്യൽ മീഡിയയിലെ പ്രബുദ്ധ കേരളം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവർ ആ വീഡിയോസ് ഇങ്ങനെ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു മരണം നടക്കുമെന്നൊന്നും അവരും വിചാരിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് അവര് കുറച്ചൊന്ന് പിന്നോട്ടായത്. അവർക്ക് ഈ മീഡിയാസിന്റെ മുന്നിൽ വരാനുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിൽ അവർക്ക് അത് റിപ്ലൈ ചെയ്യണം തോന്നി. അങ്ങനെയാണ് അവർ എന്നെ അടുത്ത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ചോദിക്കുന്നത്. ഞാൻ നമ്പർ കൊടുത്തു. ഇന്നലെ രാത്രിയാണ്, നേരെ വൈകിട്ടാണ് അവരെന്നെ വിളിച്ചത്. അവർക്ക് സംസാരിക്കണം എന്ന് തന്നെ പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ വിഷ്വൽസിലുള്ള ഒരു ആളും അയാളുടെ ഭാര്യയാണ് ഞങ്ങൾ സംസാരിച്ചത്. കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ സിനിമയ്ക്ക് പോകുമ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ വന്നതാണ്. അപ്പൊ ആ വിഷ്വൽസ് ഉള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ അങ്ങനെ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ പിന്നെ ഈ ചാനലിന്റെ കൂടോ അല്ലെങ്കിൽ പോലീസിനോടോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് മരണം സംഭവിച്ചപ്പോൾ അവർക്ക് അത് പെട്ടെന്ന് പേടിയായി. എങ്ങനെയാണ് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുക എന്നുള്ള പേടിയിലായിരുന്നു അവര്.